നമസ്കാരം. ചാണക്യ വിഷനിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഉള്ളിൽ ഒരു സിംഹമുണ്ട്. മഹത്തായ കാര്യങ്ങൾ നേടാനുള്ള അപാരമായ ശക്തിയുണ്ട്. അനന്തമായ കഴിവുകളുണ്ട്. എന്നാൽ ചില ശീലങ്ങൾ നാം അറിയാതെ തന്നെ ആ സിംഹത്തെ ഒരു കൂട്ടിലടയ്ക്കുകയും ആ ശക്തിയെ തുരുമ്പെടുപ്പിക്കുകയും ആ കഴിവുകൾക്ക് വിലങ്ങിടുകയും ചെയ്യുന്നു. ആചാര്യ ചാണക്യൻ കേവലം ഒരു രാഷ്ട്രതന്ത്രജ്ഞനോ സാമ്പത്തിക വിദഗ്ധനോ ആയിരുന്നില്ല. മറിച്ച് മനുഷ്യന്റെ മനസ്സിനെയും അവന്റെ വിജയങ്ങളെയും പരാജയങ്ങളെയും ആഴത്തിൽ പഠിച്ച ഒരു ദാർശനികൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ആയിരക്കണക്കിനു വർഷങ്ങൾക്കിപ്പുറവും പ്രസക്തമാണ്. ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നാണ്. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യം കവർന്നെടുക്കുന്ന, നമ്മെ പരാജയങ്ങളിലേക്ക് തള്ളിവിടുന്ന, നമ്മുടെ ആന്തരിക അഗ്നിജ്വാലയെ അണയ്ക്കുന്ന ആ 10 ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഓരോ ശീലവും നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ദുർബലരാക്കുന്നു. ചാണക്യന്റെ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ഈ ആന്തരിക ശത്രുക്കളെ തിരിച്ചറിയാനും അവരെ പൂർണ്ണമായി പരാജയപ്പെടുത്താനും അതുവഴി നിങ്ങളുടെ യഥാർത്ഥ ശക്തിയും മൂല്യവും വീണ്ടെടുക്കാനും സഹായിക്കുന്ന അമൂല്യമായ പാഠങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ രഹസ്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ മൂല്യമില്ലാതാക്കുന്ന 10 ശീലങ്ങൾ. 1. നിഷേധാത്മകമായ സംസാരം. നമ്മുടെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നാണ്. നമ്മുടെ ആന്തരിക മനസാക്ഷി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെക്കൊണ്ട് കഴിയില്ല എന്ന വാക്ക് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയെ പൂർണ്ണമായും തകർക്കുന്നു. ഒരു വിത്ത് മുളയ്ക്കുന്നതിനു മുൻപ് അതിനെ വിഷമൊഴിച്ച് നശിപ്പിക്കുന്നതിന് തുല്യമാണിത്. ഈ ചിന്തകൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴിയിൽ ഏറ്റവും വലിയ തടസ്സമായി മാറുന്നു. നമ്മുടെ മനസ്സിൽ നാം എന്തു വിശ്വസിക്കുന്നുവോ അതാണ് നമ്മുടെ യാഥാർത്ഥ്യമായി മാറുന്നത്. പുരാതന ഗോത്രങ്ങളിൽ പ്രചാരത്തിലായിരുന്ന ഒരു കഥയുണ്ട്. നമ്മുടെ ഉള്ളിൽ 2 ചെന്നായ്ക്കൾ തമ്മിൽ നിരന്തരം പോരാടുന്നു. ഒന്ന് ഭയത്തിന്റെയും സംശയത്തിന്റെയും നിഷേധാത്മകതയുടെയും പ്രതീകമാണ്. മറ്റൊന്ന് ധൈര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ശുഭാപ്തി വിശ്വാസത്തിന്റെയും പ്രതീകമാണ്. ഈ പോരാട്ടത്തിൽ ഏതു ചെന്നായിയാണോ വിജയിക്കുന്നത് എന്നത് നമ്മൾ ഏതിനാണോ ഭക്ഷണം നൽകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. നിഷേധാത്മക ചിന്തകൾ ഭയത്തിന്റെ ചെന്നായിയെയാണ് പരിപോഷിപ്പിക്കുന്നത്. ചാണക്യസൂത്രത്തിൽ ഇപ്രകാരം പറയുന്നു: മനസൈവ കൃത്താനി പാപ പുണ്യാനി. പാപവും പുണ്യവും മനസ്സിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് നല്ല ചിന്തകൾക്ക് മാത്രം ഊർജം നൽകുക. 2. മറ്റുള്ളവരുടെ അംഗീകാരം തേടൽ. സീക്കിംഗ് അതേഴ്സ് അപ്രൂവൽ. നിങ്ങളുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കുന്നതിന് തുല്യമാണിത്. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ചിരിക്കുകയും കരയുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തെയും നിങ്ങളുടെ തനിതായ സ്വഭാവത്തെയും ലക്ഷ്യങ്ങളെയും ഇല്ലാതാക്കുന്നു. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ആരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അവസാനം സ്വയം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷവും സമാധാനവും മറ്റൊരാളുടെ വിരൽത്തുമ്പിലായിരിക്കും. ഈ കാര്യം എപ്പോഴും ഓർക്കുക. ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു: ആത്മാനം സതതം രക്ഷയത്. അതായത് ഒരാൾ എപ്പോഴും സ്വയം സംരക്ഷിക്കണം. ഇതു കേവലം ശാരീരിക സംരക്ഷണം മാത്രമല്ല, നമ്മുടെ ആത്മാഭിമാനം, വ്യക്തിത്വം, തീരുമാനങ്ങൾ എന്നിവയെ മറ്റുള്ളവരുടെ അനാവശ്യ അഭിപ്രായങ്ങളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതും ഇതിലുൾപ്പെടുന്നു. നിങ്ങളുടെ ആന്തരിക ശക്തിയെ കാത്തുസൂക്ഷിക്കുക. 3. നാളേക്ക് മാറ്റിവെക്കൽ. 3. മോശം ശീലം നാളേക്ക് മാറ്റിവെക്കുന്നതാണ്. അവസരങ്ങളുടെയും സ്വപ്നങ്ങളുടെയും അന്തകനാണ് ഈ ശീലം. നാളെ ചെയ്യാം, പിന്നീട് നോക്കാം എന്ന ഒരൊറ്റ വാക്ക് നമ്മുടെ ഏറ്റവും മഹത്തായ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും ശവക്കുഴിയിലേക്ക് തള്ളിവിടും. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന 24 മണിക്കൂർ എന്ന അമൂല്യനിധിയെ ഉപയോഗിക്കാതെ വെറുതെ വലിച്ചെറിയുന്നതിന് തുല്യമാണിത്. ഇന്നത്തെ ദിവസം എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒരു തുള്ളി വെള്ളം പോലും വെറുതെ പാഴാക്കരുത് എന്നു പഠിപ്പിച്ച ചാണക്യൻ സമയത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഊന്നി പറഞ്ഞിട്ടുണ്ടാകും എന്ന് ചിന്തിച്ചു നോക്കൂ. കാലഹ പിബതി തദ്രസം. കാലം അതിന്റെ സത്തയെ കുടിച്ചു തീർക്കുന്നു. അതായത് സമയം വൈകിക്കുന്നത് ആ അവസരത്തിന്റെ മൂല്യം തന്നെ ഇല്ലാതാക്കുന്നു. പ്രവൃത്തികൾ കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഫലം നമുക്കുറപ്പായും നഷ്ടപ്പെടും. 4. ശീലം പരാജയത്തെ ഭയപ്പെടൽ. പരാജയപ്പെടുമോ എന്ന ഭയം നമ്മെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതിൽ നിന്ന് പൂർണ്ണമായി പിന്തിരിപ്പിക്കുന്നു. സുരക്ഷിതമായ ഒരിടത്ത് ഒതുങ്ങിക്കൂടുമ്പോൾ നമ്മുടെ കഴിവുകൾ തുരുമ്പെടുക്കുകയും വളർച്ച നിലയ്ക്കുകയും ചെയ്യുന്നു. പരാജയം ഒരു അവസാനമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള പാതയിലെ അമൂല്യമായ പാഠങ്ങളാണ്.
നടക്കാൻ പഠിക്കുന്ന കുഞ്ഞ് 1000 തവണ വീണിട്ടാണ് എഴുന്നേൽക്കാൻ പഠിക്കുന്നത്. ഓരോ പരാജയവും വിജയത്തിലേക്ക് ഒരു പടി കൂടി നമ്മെ അടുപ്പിക്കുന്നു. പരാജയത്തെ പഠനത്തിനുള്ള ഒരു അവസരമായി കാണുക. ചാണക്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. പ്രാരഭ്യതേ ന ഖലു വിഘ്നഭയേന നീചൈ. തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും ഭയന്ന് താഴ്ന്ന നിലവാരമുള്ള ആളുകൾ ഒരു പ്രവൃത്തിയും ആരംഭിക്കുകയേയില്ല. ഭയം നമ്മെ നിഷ്ക്രിയരാക്കാൻ പാടില്ല. അത് ലക്ഷ്യത്തിലേക്കുള്ള ഊർജമായി മാറണം. അഞ്ചാമത്തേത്, മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യൽ. നിങ്ങളുടെ സന്തോഷത്തെയും ആത്മാഭിമാനത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു വിഷമാണ് ഈ ശീലം. മറ്റൊരാളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമാക്കിയതുമായ നിമിഷങ്ങൾ നമ്മുടെ സാധാരണ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നത് അർത്ഥം ശൂന്യമാണ്. ഒരു റോസാപ്പൂവും താമരപ്പൂവും പരസ്പരം മത്സരിക്കുന്നില്ല. രണ്ടും അതിൻ്റേതായ രീതിയിൽ മനോഹരവും തനിതുമാണ്. ഓരോരുത്തർക്കും അവരുടേതായ യാത്രയും കഴിവുകളുമുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വളർച്ചയിൽ മാത്രമായിരിക്കണം. ചാണക്യസൂത്രത്തിൽ ഇപ്രകാരം പറയുന്നു: കോകിലഹ കാഗഹ, കാഗഹ പിഗഹ പിഗഹ. അതായത് കുയിൽ കുയിലാണ്, കാക്ക കാക്കയാണ്. ഓരോ ജീവിക്കും അതിൻ്റേതായ സവിശേഷതയും സൗന്ദര്യവുമുണ്ട്. താരതമ്യം അർത്ഥം ശൂന്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അതുല്യമായ വ്യക്തിത്വത്തെ ആഘോഷിക്കുക. എല്ലാറ്റിനോടും അതെ എന്ന് പറയൽ. നിങ്ങളുടെ ജീവിതത്തിന് അതിരുകളില്ലാത്ത അവസ്ഥയാണിത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടി സ്വന്തം സമയവും ഊർജവും ബലികൊടുക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും അവഗണിക്കപ്പെടുന്നു. ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി വന്ന് നമ്മുടെ സമാധാനവും സമയവും കവർന്നെടുക്കാവുന്ന ഒരു തുറന്ന മുറി പോലെയാകും നമ്മുടെ ജീവിതം. ബഹുമാനത്തോടെയും ദൃഢമായും ഇല്ല എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളോട് അതെ എന്ന് പറയുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ സമയവും ഊർജവും അമൂല്യമാണ്. അത് സംരക്ഷിക്കപ്പെടണം. ആചാര്യൻ ഇപ്രകാരം പറയുന്നു: അതിസർവത്ര വർജയേത്. എല്ലാ കാര്യങ്ങളിലും അമിതമായത് ഒഴിവാക്കണം. മറ്റുള്ളവരെ സഹായിക്കുന്നത് അമിതമായാൽ അത് സ്വയം നാശത്തിലേക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനത്തിലേക്കും നയിക്കും. ഏഴാമത്തേത്, ആരോഗ്യത്തെ അവഗണിക്കൽ. ഏഴാമത്തെ മോശം ശീലം ആരോഗ്യത്തെ അവഗണിക്കലാണ്. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും ചുമന്നുകൊണ്ടു പോകേണ്ട വാഹനമാണ് നമ്മുടെ ശരീരം. ആ വാഹനത്തിന് ആവശ്യമായ ഇന്ധനമോ വിശ്രമമോ പരിചരണമോ നൽകാതെ അതിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തമാണ്. ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് മറ്റെല്ലാം നഷ്ടപ്പെടുന്നു. രോഗിയായ ഒരാൾക്ക് എത്ര ധനമുണ്ടായിട്ടും എന്തു പ്രയോജനം? നിങ്ങളുടെ ശരീരത്തെ ഒരു ക്ഷേത്രമായി കാണുക. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ധർമ്മം അഥവാ നമ്മുടെ കർത്തവ്യങ്ങളും ലക്ഷ്യങ്ങളും അനുഷ്ഠിക്കാനുള്ള ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ഉപകരണം ശരീരമാണ്. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ സാധിക്കൂ. ധർമാർത്ഥ കാമമോക്ഷാണാം ആരോഗ്യം മൂലമുത്തമം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ജീവിതത്തിന്റെ 4 പ്രധാന ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള അടിസ്ഥാനം ആരോഗ്യം തന്നെയാണ്. ആരോഗ്യമില്ലാതെ ഒന്നിനും കഴിയില്ല. എട്ടാമത്തത്, പഠനത്തെ അവഗണിക്കൽ. വിദ്യാഭ്യാസം സ്കൂളിലോ കോളേജിലോ അവസാനിക്കുന്നു എന്ന് കരുതുന്നത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ലോകം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാത്ത, സ്വയം മെച്ചപ്പെടുത്താത്ത ഒരു മനസ്സ് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. അത് നിശ്ചലമാകും. അറിവ് നേടുന്നത്, പുതിയ കഴിവുകൾ പഠിക്കുന്നത്, വ്യക്തിഗത വളർച്ചയ്ക്കു വേണ്ടി സമയം കണ്ടെത്തുന്നത്, ഇവയെല്ലാം നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും വലിയ നിക്ഷേപങ്ങളാണ്. പഠനം എന്നത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. ഒഴുകുന്ന നദി എപ്പോഴും ശുദ്ധമായിരിക്കും. എന്നാൽ കെട്ടിക്കിടക്കുന്ന കുളം അഴുക്കു നിറഞ്ഞതാകും. നമ്മുടെ മനസ്സും അതുപോലെയാണ്. പുതിയ അറിവുകൊണ്ടും ആശയങ്ങൾ കൊണ്ടും അതിനെ നിരന്തരം ശുദ്ധീകരിക്കുകയും സജീവമാക്കുകയും ചെയ്യണം. വിദ്യാധനം സർവധനം പ്രധാനം. അതായത് അറിവാകുന്ന ധനം മറ്റെല്ലാ ധനങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ആർക്കും കവർന്നെടുക്കാൻ സാധിക്കില്ല. ചെലവഴിക്കും തോറും വർദ്ധിക്കുകയും ചെയ്യും. ഒൻപതാമത്തത്, പക മനസ്സിൽ വയ്ക്കൽ. മറ്റൊരാളോട് ക്ഷമിക്കാതിരിക്കുന്നത് ഒരു തീക്കനൽ കയ്യിൽ പിടിച്ചുകൊണ്ട് അത് മറ്റൊരാൾക്ക് നേരെ എറിയാൻ കാത്തിരിക്കുന്നത് പോലെയാണ്. അത് മറ്റൊരാളെ പൊള്ളിക്കുന്നതിന് മുൻപ് നമ്മുടെ കൈകളെയും മനസ്സിനെയും പൂർണ്ണമായും പൊള്ളിച്ചു നശിപ്പിക്കുന്നു. ദേഷ്യവും പകയും നമ്മുടെ ഉള്ളിൽ കറുത്ത വിഷം നിറയ്ക്കുന്നു. ക്ഷമിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, അത് നമ്മുടെ സ്വന്തം സമാധാനത്തിനും ആന്തരിക സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള മോചനമാണ്. പ്രതികാരം ഒരു പ്രശ്നത്തിനും ശാശ്വത പരിഹാരമല്ല. ആചാര്യൻ ഇപ്രകാരം പറയുന്നു: ക്രോധോ വൈവസ്വതോ രാജ. ക്രോധം മരണദേവനായ യമനു തുല്യമാണ്. അത് നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും ജീവിതത്തെയും നശിപ്പിക്കുകയും നമ്മെ ദുരിതത്തിലാക്കുകയും ചെയ്യുന്നു. 10. ഭൂതകാലത്തിലോ ഭാവിയിലോ ജീവിക്കൽ. നമ്മുടെ കൈവശമുള്ള ഒരേ ഒരു യാഥാർത്ഥ്യം ഈ നിമിഷം മാത്രമാണ്. ഭൂതകാലത്തെക്കുറിച്ചുള്ള കുറ്റബോധത്തിലും പശ്ചാത്താപത്തിലും അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠയിലും ജീവിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിലുള്ള വർത്തമാനകാലം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഭൂതകാലം ഒരു പാഠപുസ്തകമാണ്. അവിടെ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ടു പോകണം. അല്ലാതെ അത് താമസിക്കാനുള്ള വീടല്ല. ഭാവിയെക്കുറിച്ച് പദ്ധതികളുണ്ടാക്കാം, എന്നാൽ അതിനെക്കുറിച്ചുള്ള അമിത ചിന്തകൾ നമ്മളെ തളർത്തരുത്.
ചാണക്യസൂത്രത്തിൽ ഇപ്രകാരം പറയുന്നു: വർത്തമാനേന കാലേന വർത്തയന്തി വിചക്ഷണാഹ. അതായത്, വിവേകശാലികൾ വർത്തമാനകാലത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ നിമിഷം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നത്. ചാണക്യന്റെ ജ്ഞാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മൂല്യം നമ്മൾ ചെയ്യുന്ന ജോലിയോ നേടുന്ന പണമോ അല്ല, മറിച്ച് നമ്മുടെ ആന്തരിക ശക്തിയും സ്വഭാവവും ചിന്തകളുമാണെന്നാണ്. ഈ ശീലങ്ങളെ തിരിച്ചറിയുക എന്നതാണ് മാറ്റത്തിലേക്കുള്ള ആദ്യപടി. ഓരോ ദിവസവും ബോധപൂർവം ഈ ആന്തരിക ശത്രുക്കൾക്കെതിരെ പോരാടുക. നിങ്ങൾ ഈ ശീലങ്ങളിൽ നിന്ന് മുക്തനാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും, ലക്ഷ്യബോധം കൂടും, സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ കൂടുതൽ ഉൽപ്പാദകപ്രദനും സംതൃപ്തനുമാവും. നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെയും മൂല്യത്തെയും തിരിച്ചറിയാനുള്ള ആ യാത്ര ഇന്നു തന്നെ ആരംഭിക്കുക. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വീശുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം അമൂല്യമായ അറിവുകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ശക്തി. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഈ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നന്ദി.